ചാലിയാർ പുഴയിൽ ഒരാളെ മോതിരം വീണുപോയി. പുഴയിൽ, വലിയ പുഴയിൽ മോതിരം വീണുപോയി. അപ്പോൾ അയാളോട് പറഞ്ഞ് പൊന്നാര ഉപ്പാപ്പാൻ്റെ പേരിൽ, കുഞ്ഞുള്ള ഉപ്പാപ്പാൻ്റെ പേരിൽ യാസീൻ ഓതിക്കോ. യാസീൻ ഓതി പോയി മുങ്ങുമ്പം തന്നെ മോതിരം കിട്ടി. അങ്ങനത്തെ വലിയ ആളാണ്. നാദാപുരത്ത് മുമ്പ് ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം എന്താ വെച്ചാൽ വെള്ളം പൊങ്ങിയതാണ്, വേറെ ഒന്നുമില്ല. വെള്ളം പൊങ്ങിയപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞ് ഞാനവിടെ സ്ഥാപനം ഉണ്ടാക്കിയിട്ടാണ് വെള്ളം പൊങ്ങിയതാണ്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കുമല്ലോ ഓരോരുത്തർ. അങ്ങനെ പിന്നെ ഭയങ്കര പ്രശ്നമായി. ഇസ്മായിൽ സഖാഫി ഉണ്ടല്ലോ ഇവിടെ, അതിൻ്റെ അന്നുണ്ടായ അനുഭവങ്ങളൊക്കെ ഇസ്മായിൽ സഖാഫിക്ക് അറിയാം. എന്നാലും പോകാൻ പെടൂല എന്ന് പറഞ്ഞ്, മീറ്റിംഗ് കഴിഞ്ഞാൽ ഇറങ്ങാൻ പെടൂല എന്ന് പറഞ്ഞ്, അങ്ങനെയൊക്കെ പല സംഭവം ഉണ്ടായി. ഞാൻ താജുല്ലമനെ വിളിച്ച് പറഞ്ഞ്, താജുല്ലമനെ പറഞ്ഞ് 41 യാസീൻ ഓതണം. അത് ബദരീങ്ങളുടെ പേരിൽ 41 യാസീൻ ഓതണം. കുഞ്ഞുള്ളുപ്പാപ്പാൻ്റെ പേരിൽ വേറൊരു 41 യാസീൻ ഓതണം. കുഞ്ഞുള്ളുപ്പാപ്പൻ്റെ മുപ്പൊരു ഉപ്പാപ്പുണ്ട്, പൊന്നാരത്തങ്ങൾ എന്നാ പറയാം. ഉമ്മാൻ്റെ പാപ്പയാണ് ഉള്ളാൾ. തങ്ങളെ വലിയ കറാമത്തുള്ള ഒരാളാണ്. എന്നോട് തങ്ങൾ തന്നെ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ ചാലിയാർ പുഴയിൽ ഒരാളെ മോതിരം വീണുപോയി. പുഴയിൽ, വലിയ പുഴയിൽ മോതിരം വീണുപോയി. അപ്പോൾ അയാളോട് പറഞ്ഞ് പൊന്നാര ഉപ്പാപ്പാൻ്റെ പേരിൽ, കുഞ്ഞുള്ള ഉപ്പാപ്പാൻ്റെ പേരിൽ യാസീൻ ഓതിക്കോ. യാസീൻ ഓതി പോയി മുങ്ങുമ്പം തന്നെ മോതിരം കിട്ടി. അങ്ങനത്തെ വലിയ ആളാണ്. അപ്പോൾ ഓരോ പേരും യാസീൻ ഓതണം. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, പേരോട് സഖാഫിയുടെ തള്ളാണ് ആ കേൾക്കുന്നത്. ഇമാതിരി തള്ളാൻ ഈ മുസ്ലിയാക്കന്മാർക്ക് കഴിയുള്ളൂ. ഇതേപോലെ കുറേ ഔലിയാക്കന്മാരുണ്ട് ഇവർക്ക്. നോക്ക്, നിങ്ങൾ ആ വീഡിയോയിൽ ആ മുസ്ലിയാർക്ക് പേരോട് പറയുന്നത് നോക്ക്. കളഞ്ഞു പോയ മോതിരം, വെള്ളത്തിൽ പോയ മോതിരം കൃത്യമായിട്ട് പൊന്നാരത്തങ്ങളെ പേരിൽ യാസീൻ ഓതിയപ്പോൾ കിട്ടിയെന്നാണ്. ഈ കറാമത്ത് ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ പേരോടിന് ഇപ്പം എന്തായാലും ഇപ്പം ഈ കറാമത്തിൽ വിശ്വാസം ഉണ്ടാവുമല്ലോ. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ ജനങ്ങൾ ആകെ ദുഃഖത്തിൽ, ജാതി മത വ്യത്യാസമില്ലാതെ തീരാ ദുഃഖത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സഹോദരനെ കാണാതെയായിട്ട് ദിവസങ്ങളോളായിട്ടുണ്ട്. അതുമാത്രമല്ല, അതോടൊപ്പം തന്നെ കർണാടകയിലെ ശിവൂര് തന്നെ ആ നാട്ടുകാരായ ഒരുപാട് പേരെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. നാവികസേന ഇന്ത്യയുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ട് പോലും ഇനി എന്ത് എന്നുള്ള ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. പ്രതികൂലമായ കാലാവസ്ഥ, അതോടൊപ്പം തന്നെ ഗംഗാവാലിയിലെ ശക്തമായ നീരൊഴുക്ക്. പേരോടിനോട് പറയുകയാണ്, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഈ ഇമാതിരി തള്ളാൻ പൊന്നാരത്തങ്ങളെ പേരിൽ 40 യാസീൻ ഓതിയിട്ട് വെള്ളത്തിൽ പോയ മോതിരം തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞ ആ തള്ള് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ പേരോട് അവിടെ പോയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, പ്രിയമുള്ള സഹോദരൻ, ഇവരെയൊക്കെയാണ് പിടിച്ചിട്ട് കയറ് കെട്ടിയിട്ട് തപ്പാൻ വേണ്ടി വിടേണ്ടത്. ഇങ്ങനെ കുറേ ഔലിയാക്കന്മാരുണ്ട്. ഇവർക്ക് കുളിക്കാത്ത നനക്കാത്ത കുറേ ഔലിയാക്കന്മാരുണ്ട്. ഗർഭസ്ഥ ശിശു ആണാണോ പെണ്ണാണോ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ പറയുന്ന ഔലിയാക്കന്മാർ ഇവർക്കുണ്ട്. കാന്തപുരമൊക്കെ അതിൻ്റെ ആളാണ്. ഗർഭസ്ഥ ശിശു ആണാണോ പെണ്ണാണോ എന്ന് പറയാനുള്ള കഴിവൊക്കെ കാന്തപുരത്തിനുണ്ട്. ഇവർ ഷൂറ മെമ്പറാണ്. ഔലിയാക്കന്മാരെ പ്രസിഡന്റുമാരുള്ള നാടാണ്. ഇങ്ങനെ ഒരുപാട് തള്ളുമ്പോൾ പേരോടിനോട് പറയാണ്, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോയിട്ട്. ഞാൻ പേരോടിന് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഇതുപോലെ കുറേ ഔലിയാക്കന്മാരെ പറയില്ല, ഫ്ലൈറ്റ് താങ്ങിയ CM മടവൂർ ഇപ്പോഴും നിങ്ങളെ കറാമത്തിൽ വിശ്വസിക്കണില്ലേ? ലോകം മൊത്തം നിയന്ത്രിക്കുന്ന CM മടവൂരാണെന്ന് വിശ്വസിക്കണില്ലേ? ആ കറാമത്ത് ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് നിങ്ങൾ തപ്പണ്ട. നിങ്ങൾ ആ ഒഴുക്കൊന്ന് നിയന്ത്രിക്കാൻ പറ്റുകയാണെങ്കിൽ വെല്ലുവിളിക്കണം. പോയിട്ട് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. വെറുതെ ഇവിടെ വന്ന് ഇങ്ങനെ വിടുവായിട്ട് ഇങ്ങനെ സംസാരിക്കരുത് ജനങ്ങളോട്. ജനങ്ങളൊക്കെ ശരിക്കും ഭക്ഷണം കഴിക്കുന്നവരാണ്. എല്ലാ ജനങ്ങളും ആകെ ബേജാറിലും വേദന. ഒരു കുടുംബം മൊത്തം വളരെ ദുഃഖത്തിലാണ്. അത് ആ കുടുംബം മാത്രമല്ല, ആ നാട്ടുകാരും, പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ മതസ്ഥരും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സഹോദരനെ ഇന്നും കിട്ടിയിട്ടില്ല. അത്രയും പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിലാണ് 40 യാസീൻ പൊന്നാരത്തങ്ങളെ പേരിൽ ചൊല്ലിയിട്ട് മോതിരം കിട്ടിയെന്ന് പറഞ്ഞിട്ട് തള്ളുന്ന പേരോടെ നിങ്ങളുടെ കൂട്ടാളിയും മർക്കസിയും വിളിച്ചാൽ ചെല്ല്. എന്നിട്ട് നിങ്ങളുടെ ഔലിയാക്കന്മാർക്ക് കറാമത്തിരിക്കുന്ന പിന്നെ അതില്ലാന്ന് പറ. അല്ലാതെ ഇങ്ങനെ വന്ന് തള്ളരുത്. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ സമസ്തക്കാർക്ക് ഇങ്ങനെ ഒരുപാട് ഔലിയാക്കന്മാരുണ്ട്. ഇതേപോലുള്ള കാര്യങ്ങൾ ഇനി എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഇനി പുതിയ പ്രവചനമായിട്ട് വരാൻ പാടില്ല. ഞങ്ങൾ അവിടെ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ 40 യാസീനല്ലേ, 40 അല്ല, നിങ്ങൾ 40,000 ഓദിക്കുക. നിങ്ങൾ കുറേ അണികളില്ലേ, അവിടെ പോയിരുന്ന് ഓതിയിട്ട് നിങ്ങൾ അതിൻ്റെ ആ ഒഴുക്കൊന്ന് നിർത്തിയിട്ട് അതൊന്ന് കിട്ടാനുള്ള ദിവസങ്ങളോളം എത്രയായി. ഇപ്പോൾ അതിനുള്ള കിട്ടാനുള്ള മാർഗം നോക്ക്. പ്രിയമുള്ള സഹോദരങ്ങളത്തെ മുസ്ലിയാക്കന്മാരുണ്ടല്ലോ, ഇവരെയാണ് തപ്പാൻ വേണ്ടി കയറ് കെട്ടിയിട്ട് അതിൽ ഇറക്കേണ്ടത്.
നിങ്ങളത് ആലോചിച്ച് നോക്കിയേ, ഈ ആ മനുഷ്യൻ വന്നിരുന്നിട്ട് തള്ളു നോക്കിയേ, 40 യാസീൻ ഓതിയിട്ട് പൊന്നാർ തങ്ങളെ പേരിൽ ആ 40 യാസീൻ ഓതിയിട്ട് ആ പുഴയിൽ നിന്ന് മോതിരം കിട്ടിയെന്നാ. ഇന്നേ വരെ ഈ ഒരു ഇത്രയും ഔലിയാക്കന്മാർ ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ട് എന്തേ നിങ്ങളൊന്നും അവിടെ അങ്ങോട്ട് എത്താത്തെ? എന്തേ നിങ്ങളുടെ കറാമത്ത് കൊണ്ട് ആ വെള്ളം ഒന്ന് നിയന്ത്രിക്കാത്തെ? എന്തേ ആ ലോറി അതിൽ പെട്ടിട്ട് ആ കുടുംബം മൊത്തം കണ്ണീരിൽ, കേരളം മൊത്തം കണ്ണീരിലെ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതൊന്ന് കണ്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ കരസേന, നാവികസേന, റഡാർ, ഇനിയുള്ള സംവിധാനം മൊത്തം അവിടെ ദിവസങ്ങളോളം തപ്പിയിട്ട് അവർ പ്രയാസപ്പെടുമ്പോൾ നിങ്ങളെപ്പോലുള്ള ഔലിയാക്കന്മാരൊക്കെ ചെല്ല് കാണട്ടെ. വെറുതെ വന്നിന്ന് തള്ളരുത്. പേരോടിനെ പറ്റുകയാണെങ്കിൽ കുഞ്ഞാടുകളെ കൂട്ടിപ്പോവാം. നിങ്ങൾ ഇപ്പോഴും ഈ രൂപത്തിലുള്ള കുറേ ദൈവങ്ങൾ, ജിന്നി ബീവികൾ, സിദ്ധന്മാർ, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെ നിങ്ങൾ വെച്ച് തീറ്റിപ്പോറ്റുന്നവരാ, നിങ്ങളുടെ കൂട്ടാളികൾ മുഴുവൻ. അപ്പൊ പറ്റുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ അവിടെ പോയിട്ട് ഇപ്പൊ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാണ് വേണ്ടത്. നിങ്ങളെ കറാമത്തും കാണട്ടെ. വെല്ലുവിളിക്കാണ്, പേരോടിനെ വെല്ലുവിളിക്കാണ്. 40 യാസീൻ ഓതിയിട്ട് ആ നീരൊഴുക്കൊന്ന് നിർത്തി ആ തെരച്ചിലിനെ ഇതൊന്ന് അവസാനിപ്പിക്കാൻ പേരോടിന് കഴിയുകയാണെങ്കിൽ ഒന്ന് അങ്ങോട്ട് പോകണം എന്നാ പറയാനുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മാതിരിയുള്ള ഉഡായിപ്പ് കറാമത്തുകൾ ഇത് പൊളിച്ചെഴുതേണ്ട ഘട്ടാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് കൊറോണ ഒക്കെ വന്നിരുന്നു, മാറാ വിപത്തുകൾ ഇവിടെ സംഭവിച്ചു. 2018 ഒരു വലിയ വെള്ളപ്പൊക്കം തന്നെ കേരളത്തിൽ അത് രൂക്ഷമായിട്ട് വന്നു. അപ്പോഴൊക്കെ ഇവിടെ ഔലിയാക്കന്മാർ എവിടെയായിരുന്നു? മാറാരോഗം വന്ന് പല ജാറത്തിലും വെള്ളം കയറി. ഇവർ ഔലിയാക്കന്മാർ എവിടെയായിരുന്നു? എന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമ്പോൾ ഔലിയാക്കന്മാരെ കറാമത്തായിട്ട് വരിക. ഇപ്പൊ കൂറത്തങ്ങളെ മരിച്ചു, ഇപ്പൊ ഓരോരുത്തർ പുതിയ പുതിയ കറാമത്തായി തള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ പെട്ടാണ് ഈ പേരോട്. അപ്പൊ പേരോടിന് പറ്റുകയാണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് അവിടെ പോയിട്ട് ആ നീരൊഴുക്ക് നിർത്തി ആ രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ കറാമത്ത് തള്ളല്ലേ, നിങ്ങൾ കാലാകാലം ഈ തള്ളലാണല്ലോ, ഇനിയും തള്ളാൻ സമയമുണ്ടല്ലോ, ഇപ്പൊ അവിടുത്തെ പോയി നേരെയാക്ക്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇതൊക്കെയാണ് ഇവരുടെ അവസ്ഥ കേട്ടോ. ഈ മുസ്ലിയാക്കന്മാരുടെ അവസ്ഥ ഇതാണ്. ഈ തള്ളല് മാത്രമേ ഉള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.